പരിപൂർണമായും 40 ദിവസം ഒരുമിച്ച് കിട്ടണം. 5 വക്ത് നിസ്കാരവും ഇമാം അല്ലാഹു അക്ബർ എന്ന ആദ്യത്തെ തക്ബീർ ചൊല്ലുന്ന തക്ബീറത്തുൽ ഇഹ്റാം, ആ തക്ബീറിന്റെ കൂടെ ഇമാമിന്റെ പിന്നിലുണ്ടാവണം. അങ്ങനെ 40 ദിവസം ഒരാൾ അല്ലാഹുവിന് വേണ്ടി നിസ്കരിച്ചാൽ കുതിബ ലഹു ബറാഅതാൻ, അല്ലാഹു 2 മോചനം അവർക്ക് നൽകും. ഒന്ന് ബറാഅത്തും മിനന്നാർ, നരകത്തിൽ നിന്നുള്ള മോചനം, വബറാഅത്തും മിനൻ നിഫാഖ്, കാപട്യത്തിൽ നിന്നുള്ള മോചനം. അവരൊരിക്കലും മുനാഫിഖാവില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊരു ട്രെയിനിങ് ആണ്. 40 ദിവസം അങ്ങനെ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ചെയ്താൽ അതിനപ്പുറത്തേക്ക് അള്ളാഹു ശരിയാക്കി തരുന്ന. 40 കഴിഞ്ഞ പിന്നെ അത് 40 ദിവസം 5 നേരത്തെ ജമാഅത്ത് തക്ബീറത്തുൽ ഇഹ്റാമോടുകൂടെ കിട്ടിയൊരു മനുഷ്യൻ അതിന്റെ രുചി അറിയും. പിന്നെ അവർക്ക് നിർത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് അവർക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഹിദായത്തിന് ഉറപ്പുണ്ട് എന്നൊരു സൂചന ഈ ഹദീസിലുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി എന്തെങ്കിലും ജമാഅത്തുകൾ നഷ്ടപ്പെട്ടു പോയതുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം മുതൽ, ഇന്നത്തെ ളുഹർ മുതൽ അല്ലെങ്കിൽ അസ്ർ മുതൽ ഇതാ നമ്മൾ ആരംഭിക്കുകയാണ് 40 ദിവസത്തെ ഒരു പ്രോഗ്രാം. 40 ദിവസം മൻ സ്വല്ലാ ലില്ലാഹി 40 യൗമൻ ഫീ ജമാഅ. അതൊരു വലിയ തൗഫീഖാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സഈദ് ബിൻ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി മദീന പള്ളിയിലെ അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ പള്ളിയിൽ മാ ഫാതത്നി തക്ബീറത്തുൽ ഇഹ്റാമി മുൻദു 40 സന, 40 വർഷം എനിക്ക് തക്ബീറത്തുൽ ഇഹ്റാം മദീന പള്ളിയിൽ നഷ്ടമായിട്ടില്ല. ഞാൻ ഇമാമിന്റെ തൊട്ടുപിറകിലുണ്ടായിരുന്നുവെന്ന് പറഞ്ഞ മദീനയിലെ ഫഖീഹായിരുന്നു സഈദ് ബിൻ മുസയ്യിബ് റഹ്മത്തുള്ളാഹി തആല. മദീനയിലെ അറിയപ്പെട്ട ഫുഖഹാ സബ്അ അതിൽപ്പെട്ട ആളാണ് സഈദ് ബിൻ മുസയ്യിബ് തങ്ങൾ. 40 വർഷം, 40 ദിവസമല്ല, 40 വർഷം ഇമാം അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയപ്പോ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു, മദീന പള്ളിയിൽ ഉണ്ടായിരുന്നു. ഹജ്ജൊക്കെ മുമ്പ് കഴിഞ്ഞു. ഹജ്ജ് കഴിഞ്ഞ് വന്ന് പിന്നെ ഒരു സുന്നത്തായ ഹജ്ജിനൊന്നും പോയിട്ടില്ല. അദ്ദേഹം പിന്നെ മദീന പള്ളിയിൽ തന്നെ ക്യാമ്പിംഗ് ആണ്.